നിപ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയായ 43-കാരന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇയാളെ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. രോഗിയുടെ വീട്ടിലുള്ളവരും സമ്പർക്കത്തിൽ വന്ന ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. അതേസമയം ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 5 പേരുടെ പരിശോധനാ ഫലങ്ങൾ ഇന്ന് രാത്രിയോടെ ലഭിക്കും. ഇന്നലെ രാത്രിയോടെയാണ് രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗിക്ക് മെഡിക്കൽ കോളേജിലെ VRDL ലാബിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായ രോഗിയെ അർദ്ധരാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. രോഗിയിൽ നിന്നെടുത്ത സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതേസമയം മുൻകരുതലിന്റെ ഭാഗമായി രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ക്യാമ്പും തുടങ്ങും. പ്രതിരോധ നടപടി ആരംഭിച്ചതായും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കലക്ടർ MS മാധവിക്കുട്ടി പറഞ്ഞു. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ഒരു ഗോഡൌൺ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ വൃത്തിയാക്കിയിരുന്നു. ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നതായി സൂചനയുണ്ട്. രാമനാട്ടുകര നഗരസഭാ പരിധിയിൽ നടപടികളുടെ ഭാഗമായി രോഗത്തിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതിന് മുന്നോടിയായി തന്നെ ആരോഗ്യവകുപ്പ് യോഗം ചേർന്നു. ബന്ധുക്കൾ ക്വാറന്റൈനിലാണെന്നും സമ്പർക്ക പട്ടിക പരിശോധിക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ കല്ലട മുഹമ്മദ് അലി പറഞ്ഞു. ഞങ്ങൾ വളരെ പെട്ടെന്ന് സ്ഥലം പരിശോധിച്ച് വീടുകൾ സന്ദർശിച്ച് അവിടെ നിർദ്ദേശങ്ങൾക്ക് നൽകി ഹോസ്പിറ്റലിൽ അന്വേഷണം നടത്തി. കാര്യങ്ങളൊക്കെ രാത്രി 8:30 മണിയോടുകൂടി ഞങ്ങൾ യോഗം കൂടി ജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഭയപ്പെടാനില്ല എന്നാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശം. മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. രോഗിയുടെ കുടുംബാംഗങ്ങളിൽ ആർക്കും നിലവിൽ രോഗലക്ഷണമില്ല. മുൻകരുതലിന്റെ ഭാഗമായി രോഗബാധിതന്റെ വീട്ടിലുള്ളവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2018 കോഴിക്കോട് ആദ്യമായി നിപ്പ സ്ഥിരീകരിച്ചത്. അന്ന് 17 പേരാണ് മരണപ്പെട്ടത്. അമൃത ന്യൂസ്, കോഴിക്കോട്.